യൂറോപ്പിൽ ആടിത്തിമിർക്കുന്ന ആധുനികതയും യന്ത്രങ്ങൾ മുതൽ തുടങ്ങി വൈദ്യശാസ്ത്രത്തിലൂടെ വരെയും നീങ്ങുന്ന ഉയർച്ചയിൽ മോഷ്ടിക്കപ്പെട്ട ഗ്രന്ഥശാലകളുടെയും കത്തിയമർന്ന അക്ഷരങ്ങളുടെയും കഥകൾ പറയാനുണ്ട്. ഞങ്ങൾ അവതരിപ്പിക്കുന്നു കള്ളന്മാർ. നിങ്ങളിതിനു ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഈ വേഷവും പുതിയതാണല്ലോ. ഈ വേഷം പരിചയമില്ല. ഈ വേഷത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എല്ലാരും അറിഞ്ഞിരിക്കാൻ. അങ്ങനെ ഒരു പ്രത്യേകത ഒന്നുമില്ല. ഏയ് പറയടോ, ഞാനും അറിയട്ടെ. അങ്ങനെയൊന്നും ഇല്ലാന്ന്. ഇവിടെ നിറയെ പുസ്തകങ്ങളാണല്ലോ. എടുത്തോ പൊങ്ങാത്തത്രയുണ്ട്. അല്ല, ഇതിന്റെയൊക്കെ ഉടമയാരാണ്? ഉടമയോ? ഇത്രയും വലിയ സ്ഥാപനമൊക്കെ ആകുമ്പോ ഇതിനൊരു അധികാരി ഉണ്ടാവില്ലേ? എല്ലാത്തിന്റെ അധികാരി അവനല്ലേ? യവൻ? ആകാശത്തുള്ളവൻ. ആകാശത്തുള്ളവനോ? അമ്പിളിമാമനെയാണ് ഉദ്ദേശിച്ചത്. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമല്ല. ഞാൻ ഈ കാണുന്നത് മാത്രമേ വിശ്വസിക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആളുകളെ കബടിപ്പിക്കാൻ വേണ്ടിയുള്ള ഓരോരോ വിഡ്ഢിത്തങ്ങൾ മാത്രം. ആവാം, അതിനുള്ള സ്വാതന്ത്ര്യം
അവൻ തരുന്നുണ്ടല്ലോ. സ്വാതന്ത്ര്യം തരാനോ? സ്വാതന്ത്ര്യം ആരെങ്കിലും തരുന്നതാണോ? പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ? ആണോ? അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടോ? ഇനി അതും പോട്ടെ, നിങ്ങളെ തന്നെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യം അത് നിങ്ങൾക്കുണ്ടോ? അത് പിന്നെ അതൊക്കെ ആപേക്ഷികമല്ലേ. താനിപ്പോഴും ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. എന്തു ചോദ്യം? ഇതിൻ്റെയൊക്കെ ഉടമയെ കുറിച്ച്. ഇതിനങ്ങനെ ഒരു ഉടമയൊന്നുമില്ല. ഇവിടെ വരുന്നവരെല്ലാം ഇവിടെയുള്ളതെല്ലാം ഉപയോഗിക്കും. അവരാണ് ഇതിൻ്റെ ഉടമസ്ഥർ. ഈ തെരുവ് ആരുടെ മുന്നിൽ അടഞ്ഞടക്കാറില്ല. അല്ലെങ്കിലും അറിവിൻ്റെ വാതിലടക്കാൻ ആർക്കാണ് അവകാശം? അപ്പൊ ഇതൊക്കെ ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോയാലോ? മോഷ്ടിക്കാനോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ തെരുവിലുള്ള ഒരു പുസ്തക കടകളും രാത്രി അടച്ചിടാറില്ല. എന്താണെന്നറിയോ? കള്ളന്മാര് വായിക്കാറില്ല. വായിക്കുന്ന ആളുകൾക്ക് കക്കാനും കഴിയില്ല. തന്നോടാരാ പറഞ്ഞ കള്ളന്മാര് വായിക്കാറില്ലെന്ന്? അതങ്ങനെയാ. നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് കളവ് നടത്താനാവില്ല. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അതൊരുറപ്പാ. ഞാനൊരു കഥ പറഞ്ഞുതരാം. പണ്ട് പണ്ട് ബാഗ്ദാദില് ഒരു കള്ളനുണ്ടായിരുന്നു. കളവ് നടത്തി അവസാനം കുറ്റബോധം കൊണ്ട് അയാൾ ആകെ ഇല്ലാണ്ടായി. അയാളുടെ പ്രകൃതം കളവ് നടത്താതിരിക്കാൻ അയാൾ സമ്മതിച്ചില്ല. അതിനൊരു മറുപടിയായി അയാള് തത്വജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിന്റെ അടുത്തോട്ട് പോയി. തന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ട ഗുരു അവസാനം ആ കള്ളന് കുറച്ച് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെല്ലാം വായിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ട് നൽകുക. പറഞ്ഞതുപോലെ തന്നെ ആ കള്ളൻ വായിച്ചതിന് ശേഷം ആ പുസ്തകങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. ഇത് കണ്ട ഗുരു തിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തിനാണ് തിരിച്ചു വന്നത്? നിനക്കിതെല്ലാം എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമായിരുന്നില്ലേ? ഇത് കേട്ട കള്ളൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ പുസ്തകത്തിലുള്ളതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ മോഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കേട്ട ഗുരു അയാൾക്ക് കുറച്ചുകൂടെ പുസ്തകങ്ങൾ നൽകി. അങ്ങനെ ആ കള്ളൻ കളവ് നിർത്തി. വിടി നിങ്ങളല്ല ആ കള്ളനെ. അതെന്താ അങ്ങനെ പറഞ്ഞത്? കള്ളന്മാരുടെ വില കളയാനായിട്ട്. കള്ളന്മാർക്കും വിലയോ? കക്കുന്നവർക്കൊക്കെ എന്ത് വിലയാ? കളവൊരു കലയാണ്. അത് നന്നായി ചെയ്യുന്നവൻ ഒരു കലാകാരനും. അതെങ്ങനെ നിങ്ങൾക്കറിയാം? അത് അത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാ. കള്ളന്മാർക്കും പുസ്തകമോ? ഉണ്ടല്ലോ, തസ്കര ശാസ്ത്രം. നിങ്ങളാള് കൊള്ളാലോ. കള്ളന്മാരെ കുറിച്ച് വലിയ പണ്ഡിതനാന്ന് തോന്നുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. കക്കാൻ അറിഞ്ഞാലും നിക്കാൻ അറിയണമെന്നാണല്ലോ. മണ്ടൻ. ഇനി ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. എന്ത് കഥ? ഒരു കള്ളന്റെ കഥ. പണ്ട് 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 ഇരുണ്ട നൂറ്റാണ്ടിലുണ്ടായ ഒരു കഥ. ഇരുണ്ട നൂറ്റാണ്ടോ? കഥയിൽ ചോദ്യമില്ല, ഉത്തരങ്ങളും. അവിടെ ഒരു വലിയ കള്ളൻ ഉണ്ടായിരുന്നു. ആ കള്ളൻ ഒരു യാത്ര പുറപ്പെട്ടു. മലകൾ താണ്ടി, കാടുകൾ താണ്ടി, പുതിയ ദേശങ്ങൾ താണ്ടി, പുതിയ നാടുകൾ താണ്ടി, അങ്ങനെ പല പല നാടുകളെ അയാൾ കൊള്ളയടിച്ചു. അങ്ങനെ ആ കള്ളൻ വലിയൊരു നഗരത്തിലെത്തി. ആ നഗരവും അവിടുത്തെ ആളുകളെല്ലാം കണ്ട് ആ കള്ളന്റെ കണ്ണ് തള്ളിപ്പോയി. ഈ കള്ളൻ അസൂയ മൂത്തു.
അങ്ങനെ അവർക്കിടയിൽ കിടന്നുകൂടി. അവിടുത്തെ ആളായി ജീവിച്ചിട്ട് അവരുടെ അറിവുകളും അവരുടെ കണ്ടെത്തലുകളെല്ലാം മോഷ്ടിച്ച് ഈ കള്ളൻ കടന്നു കളഞ്ഞു. അങ്ങനെ ഈ കള്ളൻ വലിയൊരു സാമ്രാജ്യം നിർമ്മിച്ചു. അവന്റെ ആർത്തി അവനെ വീണ്ടും വീണ്ടും കളവ് നടത്താൻ പ്രേരിപ്പിച്ചു. അന്യന്റെ ധനം അപഹരിച്ചുണ്ടാക്കുന്ന ആനന്ദത്തിൽ അയാൾ മതി മറന്നാടി. അങ്ങനെ നാടുകൾ തമ്മിലടിപ്പിക്കുമ്പോൾ, ആളുകൾ മരിച്ചു വീഴുമ്പോൾ, യുദ്ധമുഖത്ത് ചോരയൊലിക്കുമ്പോൾ, പിരിഞ്ചു കുഞ്ഞുങ്ങൾ അലറി വിളിക്കുമ്പോഴൊക്കെ നിങ്ങളോ? അതെ, ഞാൻ തന്നെ. ഞാൻ എന്റെ സിംഹാസനത്തിൽ ഞെളിഞ്ഞിരുന്ന് അട്ടഹസിച്ചു. അങ്ങനെ ലോകം എന്റെ കാൽച്ചുവട്ടിലാവുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അറിവിന്റെ കുത്തക ഞാൻ എടുത്തു. എന്റെ സാമ്രാജ്യത്തിൽ സൂര്യനസ്തമിക്കാതായി. അവിടെയൊക്കെ ഞാൻ സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതിമകൾ നിർമ്മിച്ചു. ഞാൻ എൻ്റെ എല്ലാ അടിമകളെയും നിരത്തി നിർത്തി അവരുടെ മുമ്പിൽ വീമ്പ് പറഞ്ഞു. ഞാൻ അവർക്ക് ലോക സമാധാനത്തിന് വേണ്ടി അവരെ ഞാൻ ഉപദേശിച്ചു. സാഹോദര്യത്തിന്റെ നല്ല നാളുകൾക്ക് വേണ്ടി ഞാൻ അവർക്ക് പ്രതീക്ഷ നൽകി. അപ്പോഴൊക്കെ അവരെന്നെ നോക്കി കൂക്കി വിളിക്കുമായിരുന്നു. ചിലപ്പോൾ അവരെന്നെ പക്ഷേ മരിക്കാൻ ഞാൻ തയ്യാറായില്ലെങ്കിലോ? മരിക്കാൻ ഞാൻ തയ്യാറാവുമ്പോ, ഞാൻ മരിച്ചു വീഴുമ്പോ, എന്റെ വലങ്കയിൽ ഞാൻ കെട്ടിപ്പടുത്ത എന്റെ സാമ്രാജ്യം, എന്റെ ഇടങ്കയിൽ ഞാൻ കൊന്നു തീർത്ത ചോരയും നാറും. അങ്ങനെ നിങ്ങളെന്റെ ചോര നാറുന്ന ശവക്കുഴിയിൽ അടക്കം ചെയ്യണം. അവിടെ വെച്ച് ഞാൻ എന്റെ തെറ്റുകളെല്ലാം ഏറ്റുപറയും. നിങ്ങൾ ആരാ ശരിക്കും? ഞാനോ? അപ്പൊ ഞാനീ പറഞ്ഞ കഥയൊന്നും നീ കേട്ടില്ലേ? ഞാനൊരു പാവം കള്ളൻ. നീ പറഞ്ഞ കഥയല്ലേ? ആ കഥയിലെ കള്ളനെ പോലെ അത്ര വിഡ്ഢിയൊന്നുമല്ല. നീ പറഞ്ഞ കഥയിലെ കള്ളൻ ഞാനായിരുന്നെങ്കിലോ? നീ അതൊന്ന് ചോദിച്ചേ. അതെന്തിനാ? ചോദിക്കാ. കൂടുതൽ അന്വേഷണങ്ങളൊന്നും വേണ്ട. ചോദിക്കാൻ പറഞ്ഞാ ചോദിച്ചോളാം. നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ അയാൾക്ക് ആ പുസ്തകങ്ങളെല്ലാം തിരികെ നൽകും. എന്നിട്ട് ഞാൻ അവിടെയുള്ള എല്ലാ പുസ്തകങ്ങളും മോഷ്ടിക്കും. എന്നിട്ട് അയാളെ ഞാൻ ആ ഗ്രന്ഥപ്പുരയിലിട്ട് നശിപ്പിക്കും. അയാളുടെ അലർച്ച ഞാൻ കേൾക്കും. അയാളെ ഞാൻ കൊത്തിക്കും. അമ്പള കള്ളന്മാരെ, നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഇതെല്ലാം എളുപ്പത്തിലേക്ക് കട്ടുകൊണ്ട് പോകാമെന്ന് നീ ചോദിച്ചില്ലേ? നിന്റെയൊക്കെ ഉടമയാരാന്ന്? ഞാനാ.
ഞാനാ ഈ കാണുന്ന എല്ലാത്തിന്റെ ഉടമ ഞാനാ. ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ ഓരോന്ന് നീയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ നോക്കിയത്. ഇല്ല, ഇനി അതിന് സമ്മതിക്കില്ല. ഇന്ന് ഇപ്പോ ഇവിടെ വെച്ച് നീ ചെയ്ത എല്ലാത്തിനും ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും. നീ കട്ടത്, നീ കൊന്നു കുടിച്ചത്, നിന്റെ അഹങ്കാരത്തിന്, നിന്റെ ആർത്തിക്ക്, എല്ലാത്തിനും പിടിച്ചു കെട്ടവന്. നീ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും നീ തന്നെ സ്വയം ഏറ്റു പറഞ്ഞതിനാൽ മരണം വരെ തൂക്കിലേറ്റാൻ ഇതിനാൽ നാം ഉത്തരവിടുന്നു.